നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. FC ബാഴ്സലോണ ഇന്നലെ വിയ്യാറയലിനെ 4-1 പരാജയപ്പെടുത്തുമ്പോൾ അതിൽ 3 ഗോളുകളും നേടിയത് ലാമിനെ യമാലായിരുന്നു. യമാലിനോട് കളിക്ക് ശേഷം ചോദിക്കുന്നുണ്ട്, എന്താണ് ആരാധകർക്ക് കൊടുക്കാനുള്ളൊരു മെസ്സേജ്, നിങ്ങൾക്ക് എന്താണ് ആരാധകരോട് പറയാനുള്ളത്? അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെയുള്ള തിരിച്ചുവരവ് സാധ്യമാണ്, നിങ്ങളവിടെ കാണണം, പിന്തുണക്കാൻ ആരാധകരെ നിങ്ങളുണ്ടാവണം. കോപ്പ ഡെൽ റേയുടെ 2ാം പാദ മത്സരം ഇതാ ചൊവ്വാഴ്ചയാണ്. ഇന്ത്യൻ സമയം പറയുമ്പോൾ ബുധനാഴ്ച പുലർച്ചെ 1:30 ആ കളി. ആ കളിയെക്കുറിച്ചാണ് അവൻ പറയുന്നത്. തിരിച്ചുവരവ് സാധ്യമാണ്. ആണോ? ആദ്യ പാദം 4-0 മെട്രോപൊളിറ്റനോയിൽ പോയി തോറ്റത്. സെമി ഫൈനൽ മത്സരമാണ്. 2ാം പാദത്തിൽ ആ കടം വീട്ടി തിരികെ വരാൻ FC ബാഴ്സലോണയ്ക്ക് കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോഴാണ് അവൻ പറയുന്നത്, ദി കംബാക്ക് അഗെയിൻസ്റ്റ് അത്ലറ്റിക്കോ മാഡ്രിഡ് ഈസ് പോസിബിൾ. തീർച്ചയായിട്ടും, ബട്ട് വി നീഡ് അവർ പീപ്പിൾ. ഞങ്ങളുടെ ആളുകളെ ഞങ്ങൾക്ക് വേണം, അതായത് ഞങ്ങളുടെ ആരാധകരുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. വി വാണ്ട് എവറി വൺ ടു കം ടു ദി സ്റ്റേഡിയം. എല്ലാവരും സ്റ്റേഡിയത്തിലേക്ക് എത്തുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. സാധ്യമാണ് നമുക്ക് അത്ലറ്റിക്കോ മാഡ്രിഡിനെ പരാജയപ്പെടുത്താൻ. 4 ഗോളുകളുടെ കടം വീട്ടി അത്ലറ്റിക്കോ മാഡ്രിഡിനെ പരാജയപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വല്ലാത്ത ഒരു മാജിക്കൽ പെർഫോമൻസ് ആയിരിക്കും. ഹൻസി ഫ്ലിക്ക് പറഞ്ഞത്, ലാമിനെ യമാലിനെ ഈ ഒരു ലെവലിൽ കാണുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുണ്ടാക്കുന്നു. വി നീഡ് ഹിം അറ്റ് ദിസ് ലെവൽ ഓൺ ട്യൂസ്ഡേ എന്നാണ്. യെസ്, ചൊവ്വാഴ്ച അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ കളിക്കുമ്പോൾ ഈ ലെവലിൽ അവനെ കാണണം. യെസ്, അവൻ ആ ലെവലിൽ കളിച്ചെങ്കിലേ എന്തെങ്കിലും ഒരു പ്രതീക്ഷ ബാഴ്സക്കുള്ളൂ വരുന്ന ചൊവ്വാഴ്ചയിലെ പോരാട്ടത്തിൽ. വീണ്ടും ഫ്ലിക്ക് പറയുകയാണ്, ഞങ്ങൾക്ക് എല്ലാവരെയും സ്റ്റേഡിയത്തിൽ വേണം, നമുക്ക് ഒരുമിച്ച് ഫൈറ്റ് ചെയ്യണം. വി വിൽ ഫൈറ്റ് ഫോർ 90 minutes ഓർ മോർ. വി നീഡ് ടു ട്രൈ, സോ വി വിൽ സീ വാട്ട് ഹാപ്പൻസ് എന്നാണ്. ബുധനാഴ്ച ആ 90 മിനിറ്റ് കളിക്കളത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. 90 മിനിറ്റോ അതിനപ്പുറത്തേക്കോ കളി നീണ്ടാലും നമുക്ക് വിജയിക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയുണ്ട് എന്നാണ് പറയുന്നത്. ഗാവിയുടെ കാര്യത്തിൽ പറഞ്ഞത്, ഗാവിക്ക് അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ കളിക്കുക എന്ന് പറയുമ്പോൾ അത് കുറച്ച് നേരത്തെ ആയിപ്പോവും. അവൻ ആ മത്സരം കളിക്കാൻ ഉണ്ടാവില്ല എന്നുകൂടി ഫ്ലിക്ക് സ്ഥിരീകരിച്ചിട്ടുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.